നമസ്കാരം അധ്യാപകരെ. സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അധ്യാപന രംഗത്തുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും ഉടൻ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പൊ കേട്ടിട്ടില്ലാത്തവർക്കും പ്രഥമ അധ്യാപകരായിട്ട് നിയമനം ലഭിക്കും എന്നുള്ളതാണ് പുതിയ അപ്ഡേഷൻ. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. തിരുവനന്തപുരം കേട്ടറ്റ് യോഗ്യത നേടാത്ത അധ്യാപകർക്കടക്കം പ്രഥമ അധ്യാപകരായി സ്ഥാനക്കയറ്റം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കി. 220 അധ്യാപകർക്കാണ് സ്ഥാനക്കയറ്റം. ഇതിൽ കേട്ടറ്റ് നേടാത്തവർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി താൽക്കാലികമായാണ് നിയമനങ്ങൾ നടക്കുക. ഓക്കെ, 2028 ഓഗസ്റ്റ് 31-നകം ഇവർ യോഗ്യത നേടണം. ഇല്ലെങ്കിൽ സ്ഥാനക്കയറ്റം റദ്ദാക്കി മാതൃ തസ്തികയിലേക്ക് തരം താഴ്ത്തും. ഓക്കെ, അപ്പൊ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡീ പ്രൊമോട്ട് ചെയ്യും എന്നാണ് അറിയുന്നത്. ഓക്കെ, ഈ കാലയളവിൽ അധികമായി കൈപ്പറ്റിയ ശമ്പളവും ആനുകൂല്യങ്ങളും തിരികെ ഈടാക്കും. അതിനിടെ കേട്ടറ്റ് നേടാതെ വിരമിക്കുകയോ രാജിവെക്കുകയോ ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പ്രഥമ അധ്യാപക നിയമനത്തിനും കേട്ടറ്റ് യോഗ്യത സുപ്രീം കോടതി നിർബന്ധമാക്കിയിരുന്നു. സീനിയോറിറ്റി അനുസരിച്ച് നേരത്തെ തയ്യാറാക്കിയ കരട് പട്ടികയിൽ കേട്ടറ്റ് നേടാത്ത അധ്യാപകർ പട്ടികയിൽ നിന്നും സ്വയം ഒഴിവാകാൻ അവസരവും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഒഴിവാകാത്തവരും അതേപോലെ സീനിയോറിറ്റി ലിസ്റ്റിൽ മുകളിൽ നിൽക്കുന്നവർക്കും ഇപ്പൊ താൽക്കാലികമായ ഒരു പ്രൊമോഷൻ നൽകിയതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് എഴുതിയെടുക്കാത്ത പക്ഷം ഡീ പ്രൊമോട്ട് ചെയ്യുകയും അതേവരെ നൽകി വരുന്ന ഇൻക്രിമെന്റും മറ്റുള്ള കാര്യങ്ങളും കൂടെ തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്നാണ് പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രൊമോഷൻ നൽകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സത്യവാൻ മൂലം അവിടെ സമർപ്പിക്കേണ്ടതാണ്. കേട്ടറ്റ് ഇല്ലാത്തവർ നിശ്ചിത കാലയളവിനകം യോഗ്യത നേടിയില്ലെങ്കിൽ തരം താഴ്ത്തും എന്നതടക്കം സത്യവാൻ മുഖം നൽകണം. ഇത് വാങ്ങി സേവന പുസ്തകത്തിൽ ഉൾപ്പെടുത്തേണ്ട ചുമതല വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ്. കേട്ടറ്റ് യോഗ്യത നേടിയ ശേഷം മാത്രമേ പ്രഥമ അധ്യാപക തസ്തികയിലേക്ക് പ്രൊബേഷൻ കാലയളവ് പൂർത്തീകരിക്കൂ എന്നുകൂടെയാണ് ഇന്ന് വന്നിരിക്കുന്ന ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ തന്നെയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളോ കൊളീഗ്സോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അടുത്ത കേഡറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒന്നുകൂടെ ഊർജിതമായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയൊരു ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ 11 കേഡറ്റിലായി 10,000-ലധികം പേരെ വിജയിപ്പിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം കഴിഞ്ഞ സർവീസ് കേഡറ്റ് എക്സാമിൽ 100% വിജയം നേടിയെടുത്ത ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കാം. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 94465370 നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.